കാണം വിറ്റിട്ടും ഓണം കൊള്ളണം എന്നാണ് മലയാളിയുടെ ചൊല്ലി. അല്ലാതെ എന്തുട്ടി കാണാം? കാണം എന്താന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതായത് വസ്തുവോ പറമ്പോ അങ്ങനെ എന്തെങ്കിലും, അതായത് പൈസ ഇല്ലാതെ വരുമ്പോ അത്തരം വസ്തുക്കളൊക്കെ വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. പട്ടിണി പാടില്ല. പട്ടിണി പാടില്ല. കർക്കിടക മാസം പഞ്ഞമാസത്തിലാണ് പട്ടിണി. അപ്പൊ അന്ന് പട്ടിണി കിടന്നിട്ട് ചിങ്ങമാസം ആകുമ്പോ ഗംഭീരമായിട്ട് എല്ലാ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കുക തന്നെ. അതാണ് നമുക്ക് ഈ സർക്കാർ ഈ ബോണസും അതും ഇതൊക്കെ തരണത് അല്ലേ, ആറുമാതിക്കാൻ. എന്താ ദുരിതം യാതൊരു. ഇപ്പോ ഇഷ്ടംപോലെ വസ്ത്രങ്ങളുണ്ട് വീട്ടില് അല്ലേ, ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ഉണ്ടാവും. എന്നാലും ഓണം വരുമ്പോൾ പുതിയ സാരി എടുക്കണം, പുതിയ ജാക്കറ്റ്, വേഷ്ടി, ഗീഷ്ടി, മുണ്ട്, ഷർട്ട് അങ്ങ് ചെലവാക്കുകയാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ, ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുക, അതിൽ കുറെ തിന്നും കുറെ കളയും. അപ്പൊ ഈ കളയാനാ കൂടുതൽ ഉണ്ടാക്കണത്. അപ്പൊ അങ്ങനെ ആർഭാടം കാണിക്കുക. എല്ലായിടത്തും സ്ഥിതി ഇത് തന്നെയാണ്. ഓണം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് 10 പൈസ ഇല്ല. അതെ അല്ലേ, കംപ്ലീറ്റ് ചെലവാക്കി. അല്ല നിനക്ക് ഇതിന് ഓണമില്ലല്ലോ. നീ എന്ത് മര്യാദ പറയണ? ഓണം കേരളീയരുടെ ദേശീയോത്സവം അല്ലേ, അതെല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഓണത്തിന് മാത്രം ചെലവാക്കിയാൽ മതി. അല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ, ഓണം കഴിഞ്ഞോട് കൂടിയിട്ട് ആകെ കയ്യിലെ പൈസ കംപ്ലീറ്റ് തീർന്നു പോയി. അപ്പോ എന്താ നിന്റെ കയ്യിലുണ്ടാവുക? എന്റെ കയ്യിൽ എന്ത് സ്ക്രൂ ഡ്രൈവറും പ്ലെയറും ഉണ്ട്. ഞാനതല്ലേ പറഞ്ഞ, ഓണം കഴിഞ്ഞപ്പോ ഞാനും ആകെ തെണ്ടിയിരിക്കുകയാണ്. നല്ല ചിലവായിരുന്നു. എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് ഭക്ഷണം വെച്ച് ഞങ്ങൾ ടൂറ് പോയി. 10 പൈസ ഇല്ല. എനിക്ക് ചോദിച്ചു വന്നപ്പോ തന്നെ മനസ്സിലായത്. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ പിടികിട്ടി. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. അല്ല വേണമെങ്കിൽ അങ്ങോട്ട് തരാം. ഇല്ല എനിക്ക് വേണ്ട, എന്റെ കയ്യിലില്ലെന്നേ ഉള്ളൂ. ഇനി വേറെ ബാധ്യത ഉണ്ടാക്കി നോക്കണ്ടല്ലോ. അതുപോലെ നമ്മുടെ ക്ലീറ്റസ്, എന്റെ ക്ലീറ്റസിൽ എന്താണ് ഓണം കഴിഞ്ഞതിന് ശേഷം എന്തോ കാര്യമായിട്ട് ഒത്തിട്ടുണ്ട്. ആണോ? വല്ല കച്ചവടം നടന്നിട്ടുണ്ടാവും. കച്ചവടം നടന്നുണ്ടാവും. എന്റെ മുമ്പിൽ വരുന്നില്ല. എന്നെ കാണുമ്പോ നേരെ തിരിഞ്ഞും പറഞ്ഞിട്ടൊക്കെ പോകും. ശരി. അപ്പൊ അവനെന്തെങ്കിലും കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഒതുക്കം. കിട്ടുമ്പോഴാ ഒതുക്കാം. 10 പൈസയിലെ രാവിലെ തുടങ്ങും വെല്ലുവിളി. അത് തങ്കത്തിനോട് ചോദിക്കാം, എന്തെങ്കിലും ഒതുക്കാന്ന് ചോദിക്കും. എന്തിനു വെറുതെ ചോദിക്കുന്നത്? എന്ത് കാര്യത്തിന്? അല്ല നീ ഇപ്പൊ കരുതും ഞാൻ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാണെന്ന് കരുതും. നമ്മാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഉണ്ടാക്കാതിരിക്കും. മര്യാദ ജീവിച്ച് കണ്ടാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. ഹലോ, ചുവരിലൊന്ന് തട്ടിയ ഇപ്പുറത്തെ കൈ അത് ഒന്നുമില്ല. ഈ കൈക്ക് വേദന ഉള്ളതുകൊണ്ട് ഈ കൈ താത്തു വെച്ചേക്ക. ഒന്നുമില്ല, കൈക്ക് ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. എന്താ കറി വെച്ചേ? എന്തോന്ന് കറി അവിടെ എന്തൊക്കെയാ വെക്കുന്നത് കണ്ട്. എന്റെ പൊന്നോ, ഞാൻ നിനക്ക് അന്നാളെ അടങ്ങിയില്ലേ? എടി ഈ തലയിൽ ഒരിത്തിരി എണ്ണ തേച്ച് മുടിയൊക്കെ ഒന്ന് ചീപ്പി കെട്ടിയാൽ എന്താ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. ഇങ്ങനെ ചപ്പിച്ച് ഈ എണ്ണ വെച്ച് ചപ്പിച്ച് വെക്കുന്നത് ഷാമ്പു വെച്ച് പറത്ത് ഇങ്ങനെ ഫാഷൻ ആയിട്ട് തന്നെയാണെന്നല്ലേ. എണ്ണ വെച്ചേക്കണോ നല്ലത്? നിന്നെ ഉണ്ടല്ലോ, രാവിലെ ഞാൻ ദിവസം എണ്ണ തേച്ച് വെയിലത്ത് 1/2 മണിക്കൂർ നിർത്തിയിട്ടുള്ളത്, അറിയാമോ? അത് പറ. വെറുതെ അല്ല ഞാനിങ്ങനെ കറുത്തു പോയത്. ഓരോ ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട്. എന്നാലും എന്നെ കാണാൻ നല്ലല്ലേ അമ്മേ? പിന്നെ എനിക്ക് എന്റെ കുഞ്ഞ് നല്ലതല്ലേ. കാക്കയ്ക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നാ ഞാൻ പറയുന്നത്. അങ്ങ് മുറുക്കി പിന്നിട്ടോ അമ്മേ. അമ്മ എന്തിവിടെ? എന്ത് എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അതെന്റെ ആരാ? ഇത് ആരാ വീടാ? അല്ല അമ്മ അങ്ങനെ ഇവിടെ പതിവായിട്ട് പറഞ്ഞതല്ലോ. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ വരത്തില്ലേ? അല്ലേ അല്ലേ, ഇത് നല്ല കാര്യമായി. ഇത് കൊള്ളാവോ ഡാഡി? ഓ കൊള്ളാം, നന്നായിട്ടുണ്ട്. അതാ അപ്പൊ അത് അതൊന്നുമില്ല. അത് നമ്മുടെ പിന്നെ ഈ എടി അതെ ഇൻഡക്ഷൻ സ്പീക്കർ. ഇൻഡക്ഷൻ സ്പീക്കർ അതല്ല, ഇതല്ല. അയ്യോ, ഇതുകൊണ്ടൊന്നും എന്റെ നടുവിൽ പിടിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും എനിക്ക് വല്ല കൊട്ടൻ ചുക്കാതിയാ അന്യന്തരം അങ്ങനെ കൊണ്ടുവന്നാ മതി. ഇതൊക്കെ
അമ്മ ഇത് അതല്ല, ഇതെന്താണെന്നറിയാമോ അമ്മ? ഇത് ഇൻഡക്ഷൻ സ്പീക്കർ എന്നാണ് ഇതിന്റെ പേര്. അതായത് നമ്മൾ ഈ പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടി, പാർട്ടി ഓഫീസിലേക്ക് വേണ്ടി വാങ്ങിച്ചതായത്. ഈ ജാഥയൊക്കെ വിളിക്കാൻ പോകുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഒരാൾ സിന്ദാബാന്ന് വിളിച്ചാൽ ഒരു 500 പേര് വിളിക്കുന്ന പോലെ ഇതിന് സൗണ്ട് വരും. അല്ല അതിപ്പോ ഇവിടെ ആര് വിളിക്കാൻ പോണ്? പാർട്ടി ഞങ്ങൾക്ക് ഉടനെ ഒരു ജാഥയുണ്ട്. ആ ജാഥയ്ക്ക് മിക്കവാറും ആള് കുറവായിരിക്കും. അതുകൊണ്ട് ഇതാണ് സ്പീക്കർ, അവിടെ ഇത് ഇരിപ്പുണ്ട് കണ്ടോ. അപ്പൊ അത് ജാഥയ്ക്ക് കൊണ്ടുപോകാനുള്ളതാ. ഓ പിന്നെ നീ എന്താ കണ്ടിട്ടുണ്ട് പരസ്യത്തില്? നീ TV കണ്ട പരസ്യം? ഇത് പരസ്യം അങ്ങനെ പറഞ്ഞ സാധനമല്ല. ചുമ്മാ ഇരിക്കടി, പോയി പഠിക്കടി. ആ ഇതേ പാർട്ടി ഓഫീസിൽ ഒരു അത്യാവശ്യം അതിനാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചത്. പണികൾ കുറഞ്ഞു വരികയാണേ പാർട്ടിക്ക്. ഓ എന്താ അതാ വിളിക്കുന്നു അമ്മേ. പിന്നെ ജയന്തി വിളിച്ചു. ഇല്ലമ്മേ, ക്ലീറ്റിന് തോന്നിയത്. ഞാൻ പോവാം അങ്ങോട്ട്, എന്താണെന്ന് അറിയില്ല. വിളിച്ചു അല്ല ക്ലീറ്റ, ഇത് മറ്റേ ശരിക്കും ജാഥ വിളിക്കുന്ന സാധനം ഇൻഡക്ഷൻ കുക്കർ അല്ലേ? എന്റെ പോത്തെ, ഇത് ഇൻഡക്ഷൻ കുക്കർ തന്നെ. പിന്നെ എന്തിനാ അമ്മേനോട് നുണ പറഞ്ഞേ? പിന്നെ അങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് നോട്ടീസ് അടിക്കും, ഇവിടെ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് ഇനി ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും, ഒരു 2 മണിക്കൂർ ചായ ഇടാൻ തരൂ, ഇത്തിരി വെള്ളം ചൂടാക്കാൻ തരൂ. ഇനിയിപ്പോൾ അവകാശികൾ വന്നു തുടങ്ങും. അത് വേണ്ട. ആദ്യമേ പറഞ്ഞത് ഇൻജക്ഷൻ കുക്കർ. നീ എങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ കണ്ണിലിടം ഞാൻ കുത്തിയെടുക്കും. നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണ സാധനം നമ്മളെ വീട്ടിൽ ഇരുന്നാൽ മതി. ഇത് ഇനി കണ്ട വീടുകൾ നിറങ്ങണ്ട ഈ സാധനം. അത് തന്നെയല്ല, എന്നാളേ ആ കുറ്റി ഒന്ന് കടം തരാവോന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അവക്ക് എന്തായിരുന്നു പത്രാസം എന്നറിയോ? കൊടുക്കണ്ട, പുതിയ സാധനം വലിച്ചിളക്കി. അത് ഒട്ടിക്കാക്കൂന്ന് പറഞ്ഞ പുതിയ സാധനത്തിന്റെ രൂപ 1-2 അല്ല, 4500 രൂപയാണ്. നിന്റെ ആഗ്രഹം സാധിച്ചു തരണതാണ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഗ്യാസ് തീരാറാകുമ്പോഴത്തേനും മനുഷ്യൻ ടെൻഷൻ അടിച്ചാകും. ഇനി കുഴപ്പമില്ല, ആരെയും കാല് പിടിക്കണ്ടല്ലോ. ഗ്യാസ് തീർന്നാലും ഇതങ്ങോട്ട് കുത്തുക, സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുക, ഇത് വെക്കുക. എനിക്കിത് എങ്ങനെയാ പ്രവർത്തിക്കണേന്ന് അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ പഠിപ്പിച്ചിരുന്നു നിനക്ക്. എന്നാ നമുക്കിപ്പോ ചെയ്യാം. ഞാനൊന്ന് ചായ ഇട്ടോ? നീ ഇട്ടില്ല. അപ്പൊ ചായ ഇട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. നമുക്ക് ചായ ഇട്ടത് ഉദ്ഘാടിക്കാം. അപ്പുറത്തെങ്ങാനും പോയി പറഞ്ഞ എന്റെ വിധം മാറും കേട്ടല്ലോ. സാമ്പാർ വെക്കാൻ പറ്റുമോ അതിനകത്ത്? അയ്യോ അത് പറ്റില്ല അവിടെ. സാമ്പാറൊന്നും വെച്ച് നീ അത്ര നശിപ്പിക്കാൻ നോക്കരുത്. എന്നാ വേഗം കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് സാമ്പാർ കഷ്ണം ഉണ്ടാക്കി വെക്കാം. ഓടിക്കരുത്. അതല്ല, മുരിങ്ങാക്കൂന്റെ കാര്യം. ഞാൻ വെച്ച് അതിനുള്ള ചിലപ്പോ അതും ചെയ്യാം.